കൊല്ലം പുന്നലൂരിൽ സ്റ്റേഷനിൽ SHOയ്ക്ക് യുവാവ് മർദ്ദിച്ചിരിക്കുന്നു. കരുവള്ളൂർ സ്വദേശി വിയോജി ആണ് SHO സന്തോഷിനെ മർദ്ദിച്ചത്. ഇയാൾ നിരവധി കേസിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മനോജ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനോജ്, എന്താണ് അവിടെ സംഭവിച്ചത്? പറയൂ. ഗൗതം, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. ഈ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സജു എം വർഗീസിനെ പോലീസ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ വിവരങ്ങൾ തിരക്കെത്തിയതാണ് പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള വിജോയ്. ഈ സ്റ്റേഷനിലേക്ക് എത്തി അതിനുശേഷം ഈ വിവരങ്ങൾ തിരക്കുന്നതിനിടെ ഇയാൾ സ്റ്റേഷനുള്ളിൽ വെച്ച് അസഭ്യം പറഞ്ഞു എന്നതാണ് പോലീസ് പറയുന്നത്. ഈ അസഭ്യം പറഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന SHO സന്തോഷ് ഇയാളോട് ആ പെരുമാറ്റം നിർത്തി പുറത്തേക്കിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഇതിനിടെയാണ് ഈ വിജോയ് SHOയുടെ മൂക്കിനിടിച്ച് പരിക്കേൽപ്പിക്കുന്നത്. മൂക്കിന് പരിക്കേറ്റ SHO സന്തോഷിനെ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിജോയ് നേരത്തെയും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസിൻ്റെ റൗഡി ലിസ്റ്റിൽ പോലും ഉൾപ്പെട്ടയാളാണ് ഈ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള വിജോയ്. ഇയാളെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഒരു സ്റ്റേഷനുള്ളിൽ വെച്ചാണ് SHOയ്ക്ക് മർദ്ദനമേറ്റിട്ടുള്ളത്. ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നുള്ള നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള SHOയെ പോലും ഇത്തരത്തിൽ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ആൾ, ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. പുനലൂർ സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രതിയുടെ വിവരങ്ങൾ തേടി എത്തിയിട്ടുള്ള യുവാവാണ് ഇത്തരത്തിൽ പോലീസിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും വ്യക്തമാണ്, പുനലൂർ സ്റ്റേഷനിലാണ് ഈ സംഭവം. SHOയെ പ്രാദേശിക യൂത്ത് കോൺഗ്രസിന്റെ നേതാവും നിരവധി കേസുകളിൽ പ്രതിയുമായ വ്യക്തി ആക്രമിച്ചിരിക്കുകയാണ്. മനോജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.